ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനി 2 മാസം കൂടിയുണ്ട്. നിങ്ങളിപ്പോൾ പഠിക്കാനുള്ള ഒരു മൂഡ് ഇതെല്ലാമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇന്ന് മുതലെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു 8ന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ ആളുകളാണ്, കണ്ടന്റൊക്കെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്, പുതിയ കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചെടുത്താൽ മാത്രമേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫുൾ A+ എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. എന്നാൽ മാത്രം നമുക്ക് ആനുവൽ എക്സാം കുറെ കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങാനുള്ള ഒരു കിടിലൻ സ്റ്റഡി ടിപ്പിന്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇറ്റ്സ് മീ നാഫി. വെൽക്കം ടു Eduport ക്ലാസ് 9. എടാ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മക്കളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ആളുകൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കാൻ ടിപ്പ് വല്ലതും തായോ സാറെന്നൊക്കെ പറയേണ്ട ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നില്ലേ? അവർക്കൊക്കെ വീഡിയോ ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് ചോദിക്കും അല്ലെ, എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം, ആ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് തയ്യാറാക്കി വെക്കണം എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, സാറേ ഞങ്ങൾക്ക് അത് അറിയില്ല, എന്താ ചെയ്യുക? നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. അതിൻ്റെ ഒരു വീഡിയോ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് Eduport നിങ്ങൾ മുന്നിലേക്ക് ചെയ്തു തരും. ഇൻ കേസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്ത് ചെയ്യുക, ആ കാര്യം ഒന്ന് അറിയുന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ഇനി അടുത്തത് പ്രോബബ്ലി ഡിസംബർ 12 എങ്ങാനുമായിരിക്കും ക്രിസ്മസ് എക്സാം വരിക. ആ ഡിസംബർ 12 നിങ്ങൾ എന്നാണോ വീഡിയോ കാണുന്നത് അന്ന് മുതൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 55 ഡേയ്സ് നമ്മൾ കൗണ്ട് ചെയ്തു. എന്നിട്ട് ഇതൊരു A4 അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ ഒക്കെ പെൻസിലിനെ കൊണ്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ റൂമിൽ നിങ്ങൾ പഠിക്കുന്നതിന് നേരെ മുന്നിൽ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ആ ലെറ്റേഴ്സ് ഇങ്ങനെ മാറ്റിയിട്ട് 55 54 ആക്കണം, 53 ആക്കണം, 52 ആക്കണം, 51 ആക്കണം, 50 ആക്കണം, അങ്ങനെ ദിവസങ്ങൾ കുറച്ച് കൊണ്ടേ വരണം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ദിവസം കഴിയുന്നതോറും ഒരു ബോധം വരും, ദൈവമേ ക്രിസ്മസ് പരീക്ഷ കൊണ്ട് അടുക്കാനായി, ഞാനാണൊന്നും പഠിച്ചിട്ടില്ല, ഇന്ന് മുതൽ പഠിക്കുന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. സോ നമ്മൾ ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അതിനായിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ ഒക്കെ പെൻസിലിനെ കൊണ്ട് വലുതാക്കി ചെയ്തിട്ട് ഓരോ ദിവസം കഴിയുന്തോറും എന്ത് ചെയ്യുക, അതിങ്ങനെ കുറച്ച് കൊണ്ടുവരാം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് അറിയാത്തവരുണ്ട്. ഒരു പേടിയും പേടിക്കുക, നമ്മൾ തരും. ഇനി ഓൾറെഡി നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സബ്ജക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ചില സബ്ജക്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ അറബി, അങ്ങനെയുള്ള സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും, ഈസി ആയിരിക്കും. ചില സബ്ജക്റ്റൊക്കെ ഒരു പകുതി ഈസി ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററി കയ്യിൽ പെടുത്താം. ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി ഒക്കെ എന്താണ്, ഒരു പകുതി ഈസിയുള്ള സബ്ജക്റ്റ് പെടുത്താം. എന്നാൽ ചില സബ്ജക്റ്റ് എന്തായിരിക്കും, ഭയങ്കര ടഫായിരിക്കും അല്ലേ. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ആ സബ്ജക്റ്റൊക്കെ എന്തായിരിക്കും, ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആദ്യം നിങ്ങൾ സബ്ജക്റ്റിന് എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം അല്ലെ. ഈസി 50% ഓക്കെ, ടഫ് എന്ന നിലയിൽ 3 ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്യുക. അടുത്തത് ഈ ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സിനെയും നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. അത് 3 തരത്തിൽ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ്, അത് വളരെ കുറവായിരിക്കും എനിക്കറിയാം. നിങ്ങൾ ഓണം എക്സാമിന് ശേഷം ശരിക്കും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവൽ മക്കളെ. അപ്പോൾ ചില ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ചില ചാപ്റ്റേഴ്സിനെ കുറച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചില ചാപ്റ്റേഴ്സ് പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവില്ല. ഇതിന് ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ 2 ലിസ്റ്റുകൾ നിങ്ങൾ തയ്യാറാക്കണം. ഒന്ന്, നിങ്ങളുടെ എന്താണ് സബ്ജക്റ്റിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ അതിൽ ഈസി 50% ഓക്കെ, ടഫായിട്ടുള്ള സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യുക. അടുത്തതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുള്ള ചാപ്റ്റേഴ്സ്, 50% പഠിച്ചുള്ള ചാപ്റ്റേഴ്സ്, ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്ത ചാപ്റ്റേഴ്സ്. ഇനിയാണ് പ്രധാനപ്പെട്ട പരിപാടി കിടക്കുന്നത് മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് സ്റ്റെപ്പ് 4 നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ 50% പകുതിയോളം പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത് ഏത് സബ്ജക്റ്റിലെ, ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ആണ് ടഫെങ്കിൽ ആ ഫിസിക്സിൽ പകുതിയോളം പഠിച്ച സബ്ജക്റ്റാണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. ആ ഫിസിക്സ് എന്നുള്ള ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ പകുതിയോളം പഠിച്ച ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പഠിക്കാൻ തുടങ്ങുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫിസിക്സ് ഒരു എക്സാമ്പിൾ ആക്കി എടുത്തുള്ളൂ. ചില ആളുകൾക്ക് കെമിസ്ട്രി ആയിരിക്കും ടഫായിട്ടുള്ള സബ്ജക്റ്റ്, ചില ആളുകൾക്ക് ബയോളജി ആയിരിക്കും ടഫായിട്ടുള്ള സബ്ജക്റ്റ്, ചില ആളുകൾക്ക് മാത്സ് ആയിരിക്കും ടഫായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ ഏതാണോ നിങ്ങൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ 50% അഥവാ പകുതി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ആദ്യം പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഏത് സബ്ജക്റ്റ് നിന്ന്, ഈസി സബ്ജക്റ്റ് നിന്ന് കേട്ടോ. ഇതുവരെ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് നിന്ന് ഇതുവരെ നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതാണ് നിങ്ങൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ചാപ്റ്റേഴ്സ്. അതിനുശേഷം ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ 50% പഠിച്ച ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ സാർ ഒരു ടൈം ടേബിൾ തരുമെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം,
കമൻറ്റ് ബോക്സ് ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നിങ്ങൾ ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, എത്ര സമയം പഠിക്കുന്നു പറഞ്ഞത് കിഡിലൻ ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാത്ത ആളുകളാണെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ വീഡിയോ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കാണട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ പകുതി പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഏറ്റവും ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അടുത്തത് ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ചാപ്റ്റേഴ്സ് പഠിക്കുക. അടുത്തതോ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ 50% കുറച്ചെങ്കിലും പഠിച്ച ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ടൈം ടേബിൾ കിട്ടിയിട്ട് നിങ്ങൾ പറയും സാർ ഇതിന് നോട്ടോ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതിന് ഏറ്റവും നല്ലത് അതായത് ഈ ഒരു സബ്ജക്റ്റൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ പഠിക്കാനും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഇതിൻ്റെ ക്ലാസ്സുകൾ പിന്നെയും കാണുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാണാനും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിൽ നിങ്ങൾ സ്ക്രോൾ പോകുന്ന നമ്പർ ഉണ്ടല്ലോ, സ്ക്രോളിലൂടെ ഒരു നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ, ആ നമ്പറിൽ നിങ്ങൾ വിളിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്താൽ ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അമ്മയെ പോലെ ഒരു മെൻറ്റർ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ക്ലാസ്സിൻ്റെയും കൂടെ സ്ലൈഡ് നോട്ടുകൾ നമ്മൾ തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത് എന്തിനാ, നിങ്ങളെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫുൾ A+ഉം അതിനുശേഷം നടക്കുന്ന ആനുവൽ എക്സാമിനും ഫുൾ A+ എത്തിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, സെറ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുക ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്താ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഈ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ജോയിൻ ചെയ്തിരുന്നു. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് തരും, എന്നും നമുക്ക് ലൈവ് തരാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് മക്കളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ് 9 ചാനലിലൂടെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ലൈവ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ലൈവിൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ബെറ്റർ നിങ്ങൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ്. കമൻറ്റ് സ്ക്രോളിലൂടെ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ആ നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഒന്ന് വളരെ നന്നായിട്ട് പഠിക്കുക, ഈസി ആയിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ മാത്രം അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുള്ളൂ. ഇനി ഇതിന് പുറമെ എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക, അതൊക്കെ സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് നമ്മൾ തരും. ഇനി നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് വേണ്ട ഒരു വീഡിയോ ആണിത്. ക്രിസ്മസ് എക്സാമിന് ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അത് നമ്മൾ സെറ്റാക്കി തരും. മറ്റൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബൈ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതിരിക്കും മക്കളെ. ബൈ.